ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യകത ഈ നാളുകളിൽ നമ്മളത് അറിയണം സഹോദരങ്ങളെ. എന്തിനാണ് ആത്മാവ് ഈ സന്ദേശം നമുക്ക് നൽകുന്നത്? ഈ കാലഘട്ടത്തിൽ ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യം എന്താണ്? സ്പിരിറ്റ് ഓഫ് കൗൺസൽ. എന്താണ് ഇതിൻ്റെ ആവശ്യകത? പരിശുദ്ധ അമ്മ മാതാ വീണ്ടും ഫാദർ ഷെഫാനോ ഗോപിയോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് അമ്മ പറഞ്ഞത്? സഭയ്ക്ക് ശുദ്ധീകരണത്തിൻ്റെ സമയമായിരിക്കുന്നു എന്ന് കാണിക്കുന്ന പല അടയാളങ്ങളും നിങ്ങൾക്ക് കാണാം. ശ്രദ്ധയോടെ ഓരോരുത്തരത് വായിക്കണം. ഇവയിൽ ഒന്നാമത്തേത് സഭയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പമാണ്. സഭയ്ക്കുള്ളിൽ ശക്തിപ്പെടുന്നതും അവളുടെ പ്രബോധനങ്ങളെ തകിടം മറിക്കുന്നത് വഴി ഉടലെടുക്കുന്ന ആശയക്കുഴപ്പമാണ് അവളുടെ ശുദ്ധീകരണത്തിൻ്റെ സമയം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കുള്ള സുനിശ്ചിതമായ അടയാളം. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ആലോചനയുടെ ആത്മാവിൻ്റെ ആവശ്യകതയുടെ കാരണം സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിരന്തരം പിശാച് ഇന്ന് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ വലിയൊരു ആയുധമാണ് സംശയം. ആദ്യ മാതാപിതാക്കളെ ദൈവത്തോട് അനുസരണക്കേട് കാണിപ്പിച്ചത് ദൈവവചനത്തിൽ സംശയം ജനിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ കള വിതച്ച് ആശയക്കുഴപ്പത്തിൻ്റെ കള പാകിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ശിഥിലീകരിക്കുന്നു. വളരെ തന്ത്രപരമായി പിശാച് പ്രവർത്തിക്കുകയാണ്. സാത്താൻ്റെ ചതികളെ തിരിച്ചറിയാൻ സംശയത്തിൽ പെട്ടുപോകാതെ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ ദിനം പ്രതി ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും വളരണമെങ്കിൽ ആലോചനയുടെ ആത്മാവ് ഈ നാളുകളിൽ നമ്മെ നയിക്കണം. എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം അത് പഠിപ്പിക്കുന്നത്. നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് പ്രലോഭകനായ പിശാച് കടന്നു ചെന്ന് എന്താ പറഞ്ഞത്? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച്, ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. വളരെ വലിയൊരു സംശയത്തിൻ്റെ കെണിയുമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് പിശാച് കടന്നു ചെല്ലുന്നത്. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ എന്തിനിങ്ങനെ വിശന്നിരിക്കുന്നത്? നീ എന്തിനിങ്ങനെ തളർന്നിരിക്കുന്നത്? ഈ കല്ലുകൾ അപ്പമാകാൻ പറഞ്ഞ് നിനക്ക് ഭക്ഷിച്ചുകൂടെ? നീ ദൈവപുത്രനാണെങ്കിൽ. ഇതുപോലെ സംശയം നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് വിതയ്ക്കും. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, മകനാണെങ്കിൽ, മകളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്ക് തകർച്ച? എന്തുകൊണ്ട് നിന്റെ ജീവിതം ഇങ്ങനെയായത്? നീ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാത്തത്? നിന്റെ കുടുംബം എന്തുകൊണ്ട് തകർന്നത്? നിന്റെ മക്കൾ ഈ സ്ഥിതിയിലായത് എന്തുകൊണ്ടാണ്? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ കരുതുന്നവനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഈ പരാജയമുണ്ടായി? നിന്റെ കുടുംബം ഇത്തരത്തിലായി. ഇങ്ങനെ 100 സംശയങ്ങൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചുള്ള പല പല സംശയങ്ങൾ തന്ന് അവൻ നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയും, നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 3-ാം വചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിൽ നിന്ന്, സമർപ്പണത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പൗലോസ്ലീഹ കൊരിന്തോസിലെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തന്ത്രപൂർവ്വം ശ്രദ്ധിക്കും അവൻ. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആത്മാവിനോട് ആലോചന ചോദിക്കണം. ആലോചന ചോദിക്കാതെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളൊന്നും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശക്തമായ തീരുമാനമായിരിക്കണം ഇത്. ദൈവം പറയാതെ, ആത്മാവിൽ നിന്ന് ആലോചന കിട്ടാതെ, കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിക്കാതെ നമ്മളൊന്നും ചെയ്യരുത്.
നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നാശവും കെണിയും തകർച്ചയുമായിരിക്കും. നമുക്കതിൽ സംശയം വേണ്ട പ്രിയപ്പെട്ട, ഒരു സംശയം വേണ്ട. യെശയ്യാ പ്രവചനം 31 അധ്യായം 1 വചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് പറയുന്നുണ്ട്, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമായ വചനമാണിത്! കർത്താവിനോട് ആലോചന ചോദിക്കാതെ, നിങ്ങൾ ശ്രദ്ധിച്ച വചനം, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് മാനുഷികമായ സംവിധാനങ്ങളിലും കഴിവുകളിലും ആശ്രയം വെച്ച് നമ്മൾ ഓരോ കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് നാശമായിട്ട് മാറും. പലരും വന്ന് ഈ നാളുകളിൽ വേദനയോട് കൂടി പറയാറുണ്ട്, സഹോദര, ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, ഞങ്ങൾ തകർച്ചയിലായി. പലരും പറഞ്ഞത് ചെയ്തോളാൻ പറഞ്ഞു, ഞങ്ങളങ്ങ് ചെയ്തു, പക്ഷെ ഇന്ന് കൊടിയ ദുരിതത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക തീരുമാനമാകണം, ആലോചന കിട്ടാതെ നിങ്ങളൊന്നും ചെയ്യരുത്. ഞാനിപ്പോഴും ഓർക്കാണ്, നമ്മുടെ ഷാലോമിലുള്ള നമ്മുടെ മാത്യു സാറ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മാത്യു സാറിനെയും നമ്മുടെ ബെന്നി സാറിനെയും. മാത്യു സാർ ഒരിക്കൽ സിംഗപ്പൂരിൽ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു സംഭവമാണത്. വളരെ നിസ്സാരമായൊരു കാര്യത്തിൽ പോലും നമുക്ക് ദൈവം സാമാന്യ ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ ചെറിയ കാര്യത്തിൽ പോലും ആത്മാവിനോട് ആലോചന ചോദിക്കുകയാണ് മാത്യു സാറ്. അദ്ദേഹം പറഞ്ഞു, ആത്മാവേ, ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ ഷൂസ് ഇട്ട് പോകണോ ചെരുപ്പിട്ട് പോകണോ? ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ഷൂ ഇട്ട് പോകണോ ചെരുപ്പിട്ട് പോകണോ? നമ്മൾ ചിന്തിക്കും, ഇതെന്ത് പൊട്ടത്തരമാണിത്, ഇതെന്ത് മണ്ടത്തര, എന്താ സാർ ഇങ്ങനെ പറയുന്നത്? സാറിന് ഒരു സാമാന്യ ബോധമില്ലേ? എന്താണ് ഇതിനർത്ഥം സഹോദരങ്ങളെ? സാമാന്യ ബോധ്യം ഇല്ലാഞ്ഞിട്ടല്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ആത്മാവിനോട് ആലോചന ചോദിക്കുന്നു. ദൈവത്തിൽ നിന്ന് ആലോചന സ്വീകരിച്ചുകൊണ്ട് നമ്മളത് നിർവഹിക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് നാശമല്ല, അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കത് അഭിഷേകമാണ്. യെശയ്യാ പ്രവചനം 31:1 അതാ കണ്ടത്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദുരിതമാണ്, തകർച്ചയാണ്, നാശമാണെന്ന് ആത്മ വെളിപ്പെടുത്തുകയാണ്. സുഭാഷിത പുസ്തകം 3 അധ്യായം 7 വചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സുഭാഷിതങ്ങൾ 3:5, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്. നമ്മുടെ അനേകരുടെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്നറിയോ? ആത്മാവിനോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധി എന്തു പറയുന്നു അതങ്ങ് ചെയ്യുകയാണ്. സ്വന്തം ബുദ്ധി എന്തു പറയുന്നു അത് പ്രവർത്തിക്കുകയാണ്. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിലും കുടുംബകാര്യത്തിലാണെങ്കിലും നമ്മുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും ബിസിനസ് മണ്ഡലത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും ബുദ്ധി പറയുന്നത് പ്രവർത്തിക്കുന്ന അനേകർ ഈ നാളുകളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കുറച്ച് കഴിയുമ്പോൾ അത് തകർച്ചയായിരിക്കും. സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്, നീ കർത്താവിനോട് ആലോചന ചോദിക്കേ, കർത്താവ് പറഞ്ഞു തരും. 32-ാം സങ്കീർത്തനം 8-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? ആത്മാവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണിത്. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് ആലോചനകൾ നൽകാം. നീ നടക്കേണ്ട വഴി, നീ ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ എൻ്റെ കണ്ണുറപ്പിച്ച് എൻ്റെ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഞാൻ ഉപദേശിക്കാം, നിനക്ക് ഞാൻ ആലോചനകൾ നൽകാം. ഇത് കർത്താവിൻ്റെ പ്രോമീസാണ്, ഇത് കർത്താവിൻ്റെ പ്രോമീസാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നിനക്ക് ആലോചനകൾ നൽകാം, നിന്റെ മേൽ എൻ്റെ കണ്ണുറപ്പിച്ച്. അപ്പം നമുക്ക് വേണ്ട ആലോചനകൾ ശ്രദ്ധിച്ചേ നിങ്ങൾ. നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ ആലോചനകൾ, നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ആലോചനകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ആലോചനകൾ,
ഈ കാലഘട്ടത്തിൽ പിശാച് വയ്ക്കുന്ന കെണികളിൽ പെട്ടുപോകാതെ, സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദിനം പ്രതി കൃപയിലും അഭിഷേകത്തിലും വളരുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ആലോചനയുടെ ആത്മാവാണ്. ഞാൻ നിനക്ക് ആലോചനകൾ നൽകാം, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ എത്ര സുരക്ഷിതരാണ്, എത്ര ബ്ലെസ്സഡ് ആണ് പ്രിയപ്പെട്ടവരെ. അതൊരിക്കലും നമ്മളെ നശിപ്പിക്കില്ല. അത് നമുക്ക് അനുഗ്രഹമായിട്ട് ദൈവം മാറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും, നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് ദൈവത്തിൽ നിന്ന് ആലോചന സ്വീകരിച്ചുകൊണ്ടാകണം. പ്രത്യേകിച്ച് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് മറന്നു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വിഷയത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ഞാനിത് പങ്കുവെക്കുമ്പോൾ അനേകരുടെ ഹൃദയം തേങ്ങുകയാണ്. കാരണം എന്താ? ദൈവത്തോട് ആലോചന ചോദിക്കാതെ പലരും തന്നിഷ്ടം പോലെ ജീവിച്ചു, തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു. അത് വലിയ തകർച്ചയ്ക്കും നാശത്തിനും പരാജയത്തിനും കാരണമായിട്ട് മാറി. നമ്മളിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനം 30:1 അതാ കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. എത്ര കഠിനമായ വചനമാണിത്. എൻ്റേതല്ലാത്ത പദ്ധതികൾ, എൻ്റേതല്ലാത്ത ആലോചനകൾ, കർത്താവ് പറയുക, ആത്മാവ് പറയുക, എൻ്റേതല്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കി എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കി പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത മക്കൾക്ക് ദുരിതം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പദ്ധതികൾക്കാണ്, ആത്മാവിൻ്റെ പദ്ധതികൾക്കാണ് ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകുന്നത്. ആത്മാവിൻ്റെ തീരുമാനങ്ങൾക്കാണ് ആത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നത്. ആത്മാവ് തരുന്ന ആലോചനകൾക്കാണ് ആത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുന്നത്. കർത്താവിൻ്റേതല്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ അല്ലാത്ത ഒരു പദ്ധതിയിലും ഒരു തീരുമാനത്തിലും കൃപ കടന്നു വരികയില്ല, അഭിഷേകം വെളിപ്പെടുകയില്ല. നമ്മൾ സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ.